Praise God. Amen. Hallelujah. Can we praise the Lord with a louder voice? Hallelujah. Amen. Praising ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. അനുഗ്രഹീതമായ ആരാധനാ സമയങ്ങൾ കർത്താവ് നമുക്ക് നൽകിയതല്ലോ. We thank God for this morning, and I thank God for giving us a blessed worship this morning. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിന്റെ വചനം ഇന്ന് രാവിലെ ശക്തമായി നമ്മോട് ഇടപെടുവാൻ ഇടയാകട്ടെ. Let us be in the presence of the Lord with much prayer, so the word of God will speak to us. ഗലാത്യ ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ഈ കഴിഞ്ഞ 2 ആഴ്ചകളിൽ നമ്മൾ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഇടയായത്. For the last 2 weeks we have been thinking and meditating on Galatians chapter 6 verses 1 through 5. നമ്മുടെ ഭാരങ്ങളെ നാം എന്ത് ചെയ്യും എന്നുള്ള വിഷയമായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ട്. We have been thinking about what will we do with our burdens. ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് നമ്മൾ അന്യോന്യം പങ്കിടുവാൻ കൈത്താങ്ങൽ കൊടുക്കുവാൻ ആവശ്യമാകുന്ന ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. The first thing we talked about was the burdens that in our life that we should encourage and burden and share our burdens. അതേ ഭാഗത്ത് നമ്മൾ അതിൻ്റെ 9-10 വാക്യങ്ങളിൽ വായിക്കുന്ന നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും, ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. And in the verse 9 and 10 it says, let us not be weary in doing good, for the proper time we will reap a harvest of blessing. Therefore we have an opportunity to do good to all, especially those brothers and sisters in Christ. അതുകൊണ്ട് അന്യോന്യം നമ്മൾ നന്മ ചെയ്യാനും ഭാരങ്ങൾ വഹിക്കാനുമുള്ള ഉത്തരവാദിത്വം ദൈവസഭയിലുണ്ട്. So God has given us the responsibility to carry each other's burdens and to do good to each other. എത്ര പേര് വിശ്വസിക്കുന്നു? How many of you believe that? Hallelujah. Hallelujah. അന്യോന്യം നമ്മുടെ കരങ്ങളെ ബലപ്പെടുത്താനും തളർന്ന കരങ്ങളെ ബലപ്പെടുത്താൻ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുവാൻ ഒക്കെയുള്ള ഉത്തരവാദിത്വം. So we have the great responsibility to lift each other up and hold each other weak hands or feeble knees, that we have the responsibility. രണ്ടാമത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുവാൻ ആരംഭിച്ചത് നാം അന്യോന്യം ഭാരങ്ങൾ വഹിക്കുക മാത്രമല്ല, ചില ഭാരങ്ങൾ നമുക്ക് ദൈവം നൽകുന്നതിൻ്റെ ഉദ്ദേശം അവയിൽ കൂടെ നമ്മൾ കർത്താവിൻ്റെ അത് ഷെയർ ചെയ്യുകയും, രണ്ടാമത് നമ്മൾ ചില ഭാരങ്ങൾ നമ്മൾ വിട്ടുകളയേണ്ടതാണ്. We also talked about the second part of that. Some burdens we have to get rid of. ചില ഭാരങ്ങൾ നമ്മൾ അന്യോന്യം കൈത്താങ്ങൽ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. And some burdens we have to carry each other's burdens. ചില ഭാരങ്ങൾ നമ്മൾ തന്നെ വിട്ടുകളയാനുള്ളതാണ്, സ്വയമായിട്ടുള്ള ഉത്തരവാദിത്വം. Some burdens we have the responsibility to get rid of. 3-4 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു. In verse 3 and 4 we read, താൻ അല്പനായിരിക്കും മഹാൻ എന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു. And if anyone thinks he is something when he is nothing, he deceives himself. ഓരോരുത്തൻ താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ, എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കും. Each one should test his own actions, then he can take pride in himself without comparing himself to somebody else. ഒരുപാട് ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്, നമ്മൾ അത് വിട്ടുകളയേണ്ടതാണ്. There are many burdens in our life that we carry, but we should get rid of. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചതുപോലെ പിശാച് കൊണ്ടുവന്ന് ഇടുന്ന ഒരുപാട് ബണ്ടിൽസും ക്യാരി ചെയ്തുകൊണ്ട് നമ്മൾ നടക്കുക പലപ്പോഴും. And as I have reminded you last week, carry a lot of bundles or burdens that Satan brings and drop it off in our ആവശ്യമില്ലാത്ത ഭാരങ്ങൾ. There are unnecessary burdens we carry. ദൈവം നാം സ്വതന്ത്രരായിരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത ഭാരങ്ങളും ചുമന്നുകൊണ്ട് നടക്കുകയാണ്. God desires us to be free, but we carry these burdens and become burdensome with these things. അങ്ങനെ ഒരുപാട് ഭാരങ്ങൾ ഒരുപക്ഷേ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കണ്ടേക്കാം. So we may all be carrying such burdens in our life. അതിൽ ചില ഭാരങ്ങളാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. So we talked about some of those burdens. പാപം എന്ന വലിയ ഭാരം പേറിക്കൊണ്ട് നടക്കുന്നവരുണ്ടായേക്കാം. There may be people who carry the burden of sin in their lives. വിശേഷാൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത പാപങ്ങൾ. There are things that the burdens that you should have confessed
get rid of. നമ്മൾ അധീനതയിൽ ജീവിക്കുന്നതായ ചില പാപങ്ങൾ, There are sins that we are living under the influence of. സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ ആരാധിപ്പാൻ നമ്മെ അനുവദിക്കാത്തതായ പാപങ്ങൾ, There are sins in our life or burdens in our life that does not allow us to worship God freely. മറ്റുള്ളവരെ സ്നേഹിപ്പാൻ കഴിയാത്തതായ പാപങ്ങൾ, There are burdens in our lives that does not allow us to love others. ഒരുപാട് ഭാരങ്ങൾ നമ്മൾ ക്യാരി So we ചെയ്യുന്നുണ്ടായിരിക്കും. carry a lot of burdens in our lives, വിശേഷാൽ പാപത്തിന്റെ ഭാരങ്ങൾ, especially the burden of sin. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത ഭാരങ്ങൾ. There are burdens that we should confess and get rid of. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ ദൈവത്തിന്റെ വചനം പറയുന്നു, തന്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. As I have reminded you, those who hide their sins, they will never prosper. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. But if you confess and get rid of those, you will receive mercy. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. The man who is blessed, whose sins are forgiven, and he's received mercy. ഇപ്പൊ ഈ പാപത്തിന്റെ ഭാരം നമ്മൾ ആരെങ്കിലും ഇപ്പോഴും ചുമന്നുകൊണ്ട് നടക്കുകയാണോ? If any of you still carrying the burden of sin in your life, സ്വാതന്ത്ര്യം വേണമെങ്കിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ കഴിയണം. if you want freedom, you must confess those sins and get rid of those. നമ്മുടെ ഏകാന്തതയുടെ ഭാരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. And I also talked about the burden of isolation or loneliness. പലപ്പോഴും നമ്മുടെ വലിയൊരു പ്രയാസമാണ്, നമ്മൾ ഏകരാണ്, നമ്മെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിൽക്കാൻ ആരുമില്ല. Many times we are fearful and burdened about there is nobody to support us. I am isolated. I am by myself. നമ്മെ സ്നേഹിക്കുവാൻ ആരുമില്ല. There is nobody to love us. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവൻ ആരുമില്ല. The psalmist says, look to my right or left, there is nobody who knows me. ശരണം എനിക്ക് പോയിരിക്കുന്നു. I have no comfort. എന്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. There's nobody taking care of my soul. ഒരുപക്ഷെ നമ്മിൽ ചിലരും അത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Many of us may be saying the same thing. ഏകാന്തത എന്ന ഭാരം, The loneliness, the burden of loneliness. നമ്മുടെ ആവശ്യങ്ങളുടെ ഭാരവുമായിട്ടിരിക്കുന്നവരുണ്ടായി. There may be people who are burdened with the needs in their life. അമേരിക്കയിൽ ആവശ്യങ്ങളുടെ ഭാരം ഉണ്ടോ? And in this country, in the USA, do we have the burden of needs? അതോ അത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ? Is that only in India? അമേരിക്കയിൽ ലാൻഡ് ഓഫ് പ്ലന്റി എന്ന് പറയാറുണ്ടല്ലോ. We know this land to be a land of plenty. എന്നാൽ ഇവിടെ നമുക്ക് എല്ലാവർക്കും വിവിധങ്ങളായ രീതിയിൽ ആവശ്യങ്ങളുടെ ഭാരമുണ്ട്. But even in this country, we all have different needs. ഈ ആവശ്യങ്ങളുടെ ഭാരവുമായിട്ടിരിക്കുന്നവര്, There are people who have the burden of needs. അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, So among that, the word of God admonishes us. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. Do not worry about anything. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കത്രേ വേണ്ടത്. In everything, bring your request to God with the prayer and supplication. സ്തോത്രം. Hallelujah. ഞാൻ മുന്നോട്ട് പോകട്ടെ. Let me go forward. അടുത്ത നമ്മൾ വിട്ടുകളയേണ്ട ഒരു ഭാരം കൂടെ ഞാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് തേർഡ് ആസ്പെക്റ്റിലേക്ക് നമുക്ക് പോകാം. I wanted to tell you one more burden that you should get rid of, and then we'll come to the third point. Burden of worry. ചിന്താകുലത്തെ കുറിച്ചുള്ള ഭാരം. നമ്മുടെ വറി ചെയ്യുന്നവര് ഇവിടെ ഒരുപക്ഷെ കാണത്തില്ല അല്ലേ? There not be anybody who here that worries. കാരണം നമ്മുടെ ആവശ്യങ്ങളെല്ലാം നന്നായി നടക്കുന്നുണ്ട്. Because all our needs are being met. ഓൾമോസ്റ്റ് എല്ലാവരും ഒരുവിധം നല്ല വീടുകളിലൊക്കെയാണ് വസിക്കുന്നത്. Most all of you are living in good homes. ആവശ്യത്തിലധികം ഫുഡ്, ഇന്നലെ ആരോ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചതുപോലെ ഫ്രിഡ്ജ് തുറന്നാൽ താഴെ പോകത്തക്കവണ്ണം ഫുഡ് നിറച്ചു വെച്ചിരിക്കുക. And somebody prayed the other day, if you open the fridge, the food is falling out of the fridge. That's how much God has blessed us. നല്ല നല്ല വസ്ത്രങ്ങളുണ്ടെന്ന് മാത്രമല്ല, ബ്രാൻഡഡ് ക്ലോത്ത്സിന് വേണ്ടിയാ പരക്കം പായുന്നത്. Not only we have good clothes, but we have branded clothes. നല്ല നല്ല വാഹനങ്ങൾ നമുക്കുണ്ട്. We have nice vehicles. So ഒരു worry നമുക്കുണ്ടോ? Is there a worry that you have in your life? ഇന്ന് രാവിലെ എത്ര പേരാ worry ആയിട്ട് അല്ലെങ്കിൽ ചിന്താകുലങ്ങളോടെ ഇവിടെ ആയിരിക്കും? How many of you are sitting here with worries in your life? യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. Jesus said, do not worry about anything. എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ജീവനായിക്കൊണ്ട് നിങ്ങൾ വിചാരപ്പെടരുത്. Do not worry about what you eat or what you drink. എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ട് നിങ്ങൾ വിചാരപ്പെടരുത്. Don't worry about the clothes you're going to wear. ഇത് കർത്താവ് വളരെ പ്രത്യേകമായിട്ട് നമ്മളോട് പറഞ്ഞതാ. And this is something Jesus has told us very specifically. പക്ഷേ നമ്മൾ ഇത് മറന്നു പോകും. But we often forget this. സാധാരണ ഇംഗ്ലീഷിൽ പറയാറുണ്ട്, we say that like this in English. Why worry when we can pray? അല്ലേ? എന്തിനു ഭാരപ്പെടണം?
നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ. And we often say, why do we need to worry? We can pray. പക്ഷെ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണെന്നറിയോ? Do you know what we normally do? Why pray when we can sit and worry? നമുക്ക് ഇരുന്ന് വറിയാൻ കഴിയുമ്പോൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഒരുപാട് നമ്മൾ ഈ കൊടുങ്കൈയും കുത്തിയിരിക്കുന്നു എന്ന് പറയാറില്ല. ഇങ്ങനെ കൈക്ക് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ മുറിയുടെ മൂലയ്ക്കും കിട്ടുന്ന സ്ഥലത്തൊക്കെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. Many people who sit in isolation and worrying and putting their hands to their face. ചിരിക്കാനും പുഞ്ചിരിക്കാനും പറ്റാത്ത മുഖങ്ങളുമായിട്ട് ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. Many people who do not even able to smile. നാളെക്കുറിച്ചുള്ള ഭാരത്തോടെ ഇരിക്കുന്ന പലരുണ്ട്. There are many people who will live with the burden of tomorrow. Burden of worry, ചിന്താകുലം എന്ന വലിയ ഭാരം. And this is a big burden of worry in our lives. അടുത്ത നിമിഷത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ചിന്താകുലമാണ്. And if you think about the next moment, you're worried. നാളെ നേരിടുന്നത് എങ്ങനെയെന്ന് ഓർക്കുമ്പോൾ ചിന്താകുലമാണ്. When you think about facing tomorrow, you're worried. ആരോഗ്യ കാര്യങ്ങൾ ചിന്താകുലമാണ്. When you think about your health, you're worried. കുടുംബത്തിന്റെ അവസ്ഥ നമുക്ക് ചിന്താകുലം ഉണ്ടാക്കുന്നതാണ്. When you think about your condition of your family, you're worried. എന്നാൽ ദൈവത്തിന്റെ വചനം എന്തുവാ പറയുന്നത്? But the word of God admonishes നിന്റെ us. ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. Cast your burdens on the Lord. അവൻ നിന്നെ പുലർത്തും. And he will sustain you. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും He സമ്മതിക്കുകയില്ല. will never allow the righteous to be shaken. ഇതൊരു വലിയ ഭാരമായിട്ട് നമ്മൾ കൊണ്ട് നടക്കേണ്ട കാര്യമില്ലെന്ന് ആ ദൈവത്തിന്റെ വചനം So the പറയുന്നു. word of God tells us this is not a burden that we should carry along. വിട്ടുകളയേണ്ട ഭാരങ്ങൾ നാം എന്തിന് ചുമന്നുകൊണ്ട് നടക്കണം? Why are you carrying the burdens that you need to get rid of? ദൈവത്തിന്റെ വചനം പറയുന്നു നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. The word of God tells us to cast your burdens on അവൻ the നിന്നെ Lord. പുലർത്തുവാൻ മതിയായവനായ ദൈവമാണ്. He is a God who is able to sustain you in every അത് ഏത് situation. സാഹചര്യത്തെ സംബന്ധിക്കുന്നതാണെങ്കിലും Regardless of what circumstances you are ഏത് in. തലത്തിലുള്ളതാണെങ്കിലും Doesn't matter what level of നിന്റെ situation. ഭാരം യഹോവയുടെ മേൽ വയ്ക്കുന്നുവെങ്കിൽ If you put your burdens on the അവൻ Lord, നിന്നെ പുലർത്തുവാൻ he will sustain മതിയായവനായ you and do well. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ. Amen. എന്തുകൊണ്ടാണ് ഈ ഭാരം നമ്മൾ വിട്ടുകളയേണ്ടത്? So why should we get rid of these burdens? Because worry is a thief. നമ്മുടെ ചിന്താകുലം ഒരു കള്ളനാണ്. Yes, ചിന്താകുലം ഒരു കള്ളൻ തന്നെയാ. Amen. എന്തുവാണ് അവൻ മോഷ്ടിക്കുന്നതെന്ന് അറിയാമോ? Do you know what he's stealing? നമ്മുടെ വിശ്വാസത്തിന്റെ അന്തസത്യത്തിനെ കെടുത്തിക്കളയുന്നു. And he will take and the question the core of your faith. നമ്മുടെ തീഷ്ണതയെ അതില്ലാതെയാക്കും. And he will take away your burden for the cause of Christ. നമ്മുടെ സന്തോഷം He അതില്ലാതെയാക്കും. will steal your joy. നമ്മുടെ തൃപ്തി ഇല്ലാതെയാക്കും. He will take away your satisfaction. ചിന്താകുലങ്ങളും ഭാരങ്ങളുമായിട്ട് കഴിയുന്നവർ, And those who are all constantly worried and burdened. ഈ ചിന്താകുലം ഒരുപാട് നാള് നമ്മുടെ കൂടെ താമസിച്ചാല് If the worry stays with us for too long, അയാൾ തന്റെ കൂട്ടുകാരെ എല്ലാം കൂടെ വിളിച്ചുകൊണ്ട് വരും. and he will bring all his colleagues with them. അവരെല്ലാം കൂടെ വന്ന് നമ്മുടെ ജീവിതത്തിൽ വസിക്കാൻ തുടങ്ങും. All his friends will come and dwell among us. നമുക്ക് അറിയാത്ത ക്ഷീണം ഉണ്ടാകും. And we will get tired. നിരാശയിൽ നിറഞ്ഞ് നമ്മൾ ജീവിക്കും. We will live in a life of depression. സ്വയ സഹതാപത്തിൽ നമ്മൾ ജീവിക്കും. You live in self-pity. ഒരുപക്ഷേ സംശയം എല്ലാറ്റെയും സംശയിക്കാൻ തുടങ്ങും. Maybe you will doubt everything or question everything. ദൈവത്തിന്റെ വചനത്തെ കുറിച്ചുള്ള സംശയം ഉണ്ടാകും. And you will doubt the word of God. മറ്റുള്ളവരെ കുറിച്ചുള്ള പകയും പിണക്കവും ഈർഷ്യയും എല്ലാം നമ്മുടെ And ഉള്ളിൽ you will ഇങ്ങനെ തികട്ടി വരും. be irritated about others, and you will be questioning others. എല്ലാത്തിന്റെ മൂല കാരണമെന്ന് പറയുന്നത് So the core problem of all these things, നമ്മൾ ഈ ചിന്താകുലത്തിന് ഇട കൊടുത്തു. because we have given a way for worry. ചിന്താകുലങ്ങളെ നീക്കിക്കളയാതെ നമ്മൾ ഇങ്ങനെ ജീവിക്കുക. So you're living a life without getting rid of all these worries. ഹലോ, നമ്മളിൽ ആരെങ്കിലും അങ്ങനെയാണോ? If any of you sitting here are like that, ഒരുപാട് കാലമായിട്ട് പല ചിന്താകുലങ്ങളുമായിട്ട് ജീവിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? if any of you sitting here listening to me this morning as keeping worry as a constant, ഇന്ന് രാവിലെ ദൈവത്തിന്റെ വചനം പറയുക, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. this morning the word of God is saying, put your worries on the Lord. അവൻ നിന്നെ പുലർത്തും. He will sustain you. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല. He will never allow the righteous to be shaken. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. The psalmist says, I was a lad, but now I'm old. എന്നാൽ ഞാൻ ഇതുവരെ ഒരു കാര്യം കണ്ടിട്ടില്ല. But I have never seen this. എന്താണെന്നറിയാമോ? Do you know what it is? നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും
അവന്റെ സന്തതി ആഹാരം ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. I have never seen the righteous begging for food or his descendants begging for food. ഹല്ലേലൂയ. Amen. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. He will ever live forever. ദൈവം അവനെ മറന്നു പോകത്തില്ല. God will never forget him. കാക്കയ്ക്ക് അതിന്റെ ആഹാരം തക്ക സമയത്ത് കൊടുക്കുന്നവൻ. And God is a God who gives ravens their food. വയലിലെ പുഷ്പങ്ങളെ ഭംഗിയോടെ അണിയിക്കുന്നവൻ. And he is the one who gives beauty to the flowers of the field. എന്നെയും നിങ്ങളെയും മറന്നു കളയുകയില്ല. He will never forget you and I. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. Cast your burdens on the Lord. അവൻ നിന്നെ പുലർത്തും. He will sustain you. നമുക്ക് കർത്താവിന് ഒന്ന് മഹത്വം Let കരേറ്റാം. us raise our hands and praise God. Hallelujah. Hallelujah. ചിന്താകുലം നമ്മെ എപ്പോഴും നെഗറ്റീവായിട്ട് കാര്യങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുന്ന. The worries always makes us think everything negative. എന്തോ പറഞ്ഞാലും നെഗറ്റീവ് വരും. Regardless of what you think, it is negative all the time. അങ്ങനെയുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? If anybody listening to me this morning, നിങ്ങൾ ഒരു കാര്യം ഒരാളോടൊന്ന് പറഞ്ഞു നോക്കിയേ. you say or you share something with somebody, ആദ്യത്തെ റെസ്പോൺസ് നെഗറ്റീവ് ആയിരിക്കും. and the first response from their mouth will be something negative. നെഗറ്റിവിറ്റി മോങ്കേഴ്സ് എന്ന് പറയാറുണ്ടല്ലോ അല്ലേ? They are called negativity mongers. സൂര്യപ്രകാശം എന്താ ഉപയോഗം? What is the use of sunlight? കണ്ണിനെ അന്ധമാക്കാവുന്നുള്ളതല്ലാതെ. Just to blind your eye, that's all there is to it. ഈ പൂക്കളുടെ എല്ലാ ഉപയോഗം എന്തുവാ? What is the use of all these flowers? പ്ലേസ് എല്ലാം ഇങ്ങനെ ക്രൗഡഡ് ആക്കി തീർക്കുന്നുള്ളതല്ലാതെ. And this is just crowding these, wasting this land and crowding this place. ബേബീസ് കുഞ്ഞുങ്ങളുടെ ഒക്കെ ഉപയോഗം എന്തുവാ? What is the use of babies? വാലറ്റ്സ് കാലിയാക്കാവുന്നുള്ളതല്ല. To empty your wallets. എന്തും പറഞ്ഞോ അതിന് നെഗറ്റീവ് കാണും. Everything you say something negative. ഈ നമ്മുടെ തന്നെ ഉള്ളിലുള്ള ചിന്താകുലം ഇങ്ങനെ അത് ഡ്വെല്ല് ചെയ്ത് നമ്മിൽ പാർത്ത് നമ്മെ നെഗറ്റീവ് ആക്കുക. All the worries that are building up and growing inside of us, making us negative about every situation. ഇന്നലത്തെ അനുഗ്രഹങ്ങളോട് നന്ദിയില്ലായ്മ കാണിക്കുക. There is no appreciation towards yesterday's blessing. ഇന്നുള്ള അവസരങ്ങളെ കാണാതിരിക്കുക. Not seeing the opportunities you have in front of you today. നാളേക്ക് വേണ്ടി വിശ്വസിക്കാൻ കഴിയാതിരിക്കുക. There is no hope for tomorrow. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? Do you know why all these things are caused in our lives? ചിന്താകുലങ്ങളെ അനുവദിക്കുന്നത് കൊണ്ട്. Because we allow worries to dwell in us. നമ്മളിൽ എത്ര പേര് ഇന്ന് രാവിലെ പറയും? How many of you will say this morning? എന്റെ പ്രയാസങ്ങൾ നിറഞ്ഞ വലിയ സാഹചര്യങ്ങളെ ഞാൻ നേരിടുന്നുണ്ട്. I am facing a lot of worries in my life. പക്ഷെ ഞാൻ ഭാരപ്പെടുകയില്ല. But I will not worry. എന്റെ ഭാരങ്ങളെല്ലാം ഞാൻ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. I'm going to transfer all my worries to the കാരണം Lord. ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ട്. Because the word of God tells me നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. cast your burdens on the Lord. അവൻ എന്നെ പുലർത്തുമെന്ന് ഞാൻ I വിശ്വസിക്കുന്നു. truly believe he will take care of me. ഇന്ന് രാവിലെ വായിച്ച സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു. We read that in the psalm this morning. ഞാൻ യഹോവയെ എല്ലായ്പ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. I have put the Lord Jehovah in front of me always. അവൻ എന്റെ വലത്ത് ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങി പോകയില്ല. Because he is on my right hand, I will not be shaken. യഹോവയായ ദൈവം എന്നോട് കൂടെയുള്ളതുകൊണ്ട്. Lord Jehovah is with me always. Hallelujah. ഹല്ലേലൂയ ഹല്ലേലൂയ. Hallelujah. നെഗറ്റീവായിട്ട് കാണുന്ന അവസാനിപ്പിക്കാം. Let us end seeing things negatively. എന്തെങ്കിലും വിജയം ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, If you want any victory in your life, നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, if you want to be blessed, നെഗറ്റിവിറ്റി മാറ്റണം. you should get rid of negativity in your life. ദൈവവചനത്തെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റണം. You must be able to take the word of God in a positive way. വചനത്തിന് മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുമെന്ന്. I know truly for that the word will change your life. കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണെന്ന് And God is faithful in his promises. ഉറയ്ക്കുവാൻ നമുക്ക് കഴിയണം. And we must be solid believe. ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഇന്ന് രാവിലെ നമുക്ക് നടത്താം. Let us proclaim those faith promises in our lives. ഹല്ലേലൂയ. Hallelujah. ഞാൻ നെഗറ്റിവിറ്റി ആയിട്ട് ജീവിക്കുകയല്ലെന്ന് പറയാം. You need to say that I will not live with the negativity in my life. ചിന്താകുലങ്ങൾ നമ്മി പാർക്കുമ്പോൾ മൂന്നാമതൊരു അപകടമുണ്ട്. But when you maintain worry, there's a third danger. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ആണ് നിറയുന്നത്. We will be filled with unrealistic expectations. ഒരു യാഥാർത്ഥ്യവും ഇല്ലാത്ത എക്സ്പെക്ടേഷൻസും പ്രഖ്യാപനങ്ങളും നടത്തും. And we will say unrealistic expectations and proclamations. എന്തൊക്കെയാ അത്? What are those things? നമ്മൾ ഒത്തിരി റോങ് തിയോളജി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് പലപ്പോഴും. And many times we circulate wrong theology. ഇല്ലേ, എനിക്ക് ഒരിക്കലും അസുഖം വരത്തില്ല. I will never get sick.
എന്റെ ഫൈനാൻസസിൽ ഒരിക്കലും സ്ട്രഗിൾ ഉണ്ടാവുകയില്ല. I will never struggle in my finances. ഞാൻ എപ്പം പ്രാർത്ഥിച്ചാലും ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നു അതുപോലെ എനിക്ക് മറുപടി കിട്ടും. God will answer the way I pray whenever I pray. ഇങ്ങനെയൊന്നും ദൈവത്തിന്റെ വചനം പറയുന്നു. The word of God doesn't support any of those things. വളരെ വ്യക്തമായിട്ട് തന്റെ ശിഷ്യന്മാരെ തന്നെ അനുഗമിക്കുന്നവരെ പഠിപ്പിച്ചു. And the Lord taught his disciples very clearly. നിങ്ങളെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. You will have trouble in this world. എങ്കിലും ധൈര്യപ്പെടുവീൻ. But take courage. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. I have overcome the world. അതാ കർത്താവ് പറഞ്ഞത്. That is what the Lord said. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് ഒരു മാജിക്കൽ വാൻഡ് പോലെ നമ്മുടെ കയ്യില് ഇങ്ങനെ എന്തോ തന്നിട്ടുണ്ടെന്നല്ല അതിന്റെ അർത്ഥം. And that it does not mean he has given us a magical wand that we can proclaim whatever we want. നമ്മൾ കർത്താവിന്റെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് കർത്താവിൽ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ്. And we are believing in the word of God and we are trusting in the Lord moving forward. അപ്പോൾ unrealistic expectations മാറ്റണം. So we need to get rid of the unrealistic expectations we നാളെ have. struggles ഉണ്ടാകില്ലെന്ന് ആര് പറഞ്ഞു? And who said that we will not have struggle? നാളെ നമ്മുടെ ആരോഗ്യത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകില്ലെന്ന് ആരാ പറയുന്നത്? And who said that you will not have health challenges tomorrow? അവിചാരിതമായ സംഭവങ്ങൾ ഉണ്ടാകില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? Who said you will not have unexpected situations in your life? ഇതൊന്നും ദൈവത്തിന്റെ വചനം പറയുന്നില്ല. None of that is in the word of God. ദൈവത്തിന്റെ വചനം പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. There is only one thing the word of God is very clear about. ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. I can do all things through Christ who strengthens me. Hallelujah. Hallelujah. ഞാൻ വലിയ താഴ്വാരങ്ങളുടെ അനുഭവത്തിൽ കൂടെ പോയാലും, even though I go through the valley experience, കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നാലും, even though I walk through the darkness, ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. I will fear no evil. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. Your rod and your staff comfort me. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. And that should be our faith proclamation. Hallelujah. Hallelujah. എങ്ങനെയാണ് നമ്മൾ ഇതിനെ വിട്ടുകളയുന്ന ഈ ചിന്താകുലം എന്ന ഭാരം? So how do we get rid of this burden? First of all, have faith. നമുക്ക് വിശ്വാസം വേണം. ഒന്നാമത് നമുക്ക് അടിയുറച്ച വിശ്വാസം ഉണ്ടാകും. We should have solid foundational faith. വിശ്വാസമില്ല പിന്നെ എന്തിനാ ഇതിന് ഇറങ്ങിയിരിക്കുന്നത്? So if you don't have faith, why have you gotten on this journey? വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ആരാധിക്കാൻ വരുന്നത്? So if you don't have faith, why are you here to worship? വിശ്വാസം ഇല്ലെങ്കിൽ എന്തിനുകൊണ്ട് അവരവരെ തന്നെ വിശ്വാസികൾ എന്നുള്ള പേര് നമ്മൾ വിളിക്കുന്നത്? If you don't have the faith, why are you called a believer? വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ആശയും സമാധാനവും കൊണ്ടുവരണം. The faith should give us hope and the ability to look forward. ശ്രദ്ധിക്കണമേ, 46-ാം സങ്കീർത്തനത്തിൽ വലിയ കലാമിറ്റീസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പറയുക. In Psalms 46 they're talking about a great calamity. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന്. It says be quiet and know I am the Lord. Peace and hope. സമാധാനവും പ്രത്യാശയും. ആശയും പ്രത്യാശയും. വലിയ കലാമിറ്റീസ്, വലിയ പ്രോബ്ലംസ്, സംഘർഷങ്ങൾ, ഇല്ലായ്മകൾ, വല്ലാത്ത പ്രശ്നങ്ങൾ, വേദനകൾ നേരിടുന്നു. You are facing great obstacles, great suffering and pain in your life. പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്യും. But I will do one thing. ഞാൻ മിണ്ടാതിരുന്ന് അവനിൽ ആശ്രയിക്കും. I will be quiet and trust in the Lord. Hallelujah. Amen. ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. Know that I am the Lord. വിശ്വാസം എന്ന് പറയുന്നത് കർത്താവിന് നമ്മുടെ ആവശ്യം അറിയാമെന്നുള്ള ഉറപ്പാ. You know, faith means that you have the assurance that the Lord knows our needs. സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അറിയുന്നു. The psalmist says my rising up, my sitting, എന്റെ നിരൂപണം പോലും നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. Even my thoughts you know from afar. നീ അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. There is no words in my mouth that you don't know about. അപ്പോൾ പിന്നെ അവന് നമ്മുടെ ആവശ്യം അറിഞ്ഞുകൂടെ? So does he need then, if that is the case, then he knows your need? മത്തായി സുവിശേഷത്തിൽ കർത്താവ് പഠിപ്പിക്കുമ്പോൾ പറയുകയാണ്. In Matthew, Gospel of Matthew, he ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗീയ പിതാവ് അറിയുന്നു. Your heavenly Father knows that you need these things. അവനെ നമ്മൾ അറിയിക്കുമ്പോഴല്ല അവൻ അറിയുന്നത്. He does not know when we make him known. അവന് ഓൾറെഡി അറിയാം. He already knows our needs. ഇന്നിവിടെ ഇരിക്കുന്നവരുടെ ആവശ്യം അവന് അറിയാം. All the needs you have today, and he knows your needs. നിങ്ങൾ കടന്നു പോകുന്ന പാത അവൻ അറിയാം. He knows the path you're walking. നിങ്ങളുടെ ആവശ്യങ്ങളുടെ കൂമ്പാരം അവൻ അറിയാം. He knows the pile of your needs. നമ്മുടെ കർത്താവിനെ അറിയാത്തതായി ഒന്നും
ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. There is nothing hidden for your Lord that you need. അപ്പം വിശ്വാസം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക, So the faith is talking to me. കർത്താവിന് അറിയാം, God knows. കർത്താവിന് അറിയാം. The Lord knows. ഇത് വെറുതെ നമ്മള് വെറുതെ പറഞ്ഞു വിടാനായിട്ട് This is പറയുന്നതല്ല. not something we're saying. എല്ലാ വേദനകളുടെയും മധ്യത്തില് Even through all the middle of your pain, വിശ്വാസം നമ്മോട് പറഞ്ഞു തരികയാ, and the faith is telling us, കർത്താവിന് അറിയാമല്ലോ, and the Lord knows. സ്വർഗീയ പിതാവിന് My അറിയാമല്ലോ, heavenly Father knows. അവൻ നമ്മെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാണല്ലോ. He is the heavenly Father who loves us. ഹല്ലേലൂയ. Hallelujah. വിശ്വാസം എന്ന് പറയുന്നത് അവന്റെ വചനത്തിൽ ആശ്രയിക്കാൻ പറ്റുന്നതാ. Faith is to be able to trust in His word. ദൈവത്തിന്റെ വചനം പറയുന്നു, ആകാശവും ഭൂമിയും മാറിപ്പോയേക്കാം, The word of God says the heaven and the earth will fade പക്ഷെ away, എന്റെ വചനം നീങ്ങിപ്പോകില്ല. but my word will never leave. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many of you believe that this morning? കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റമില്ല. If the Lord has commanded, He will never change. ആകാശവും ഭൂമിയും മാറിപ്പോയി, The sky and the earth will move away. നമുക്ക് അവനെ അവന്റെ വാക്കിൽ പിടിക്കാൻ പറ്റും. Are we able to hold on to His words? ദൈവത്തിന്റെ സന്നിധിയോട് അടുത്ത് ചെന്നിട്ട് നമുക്ക് പറയാൻ പറ്റും, Can we come to close to the presence of God and കർത്താവേ, ഇത് say, നിന്റെ വചനമാ, Lord, this is your word of നീ God. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, You have said this, Lord. അതിൻ പ്രകാരം നീ ചെയ്യണമേ. You should do what you said, Lord. അപ്പം വിശ്വാസം നമ്മളോട് പറഞ്ഞു തരികയാ. So the faith is talking to us. എന്തോ നമ്മോട് പറഞ്ഞു തരുന്നത്, So what is the faith അവൻ telling us? വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിപ്പാൻ വിശ്വസ്തനായ ദൈവമാണ്. If He has made a promise, He is a faithful God that He will deliver on those അവൻ promises. വാക്കുമാറാത്തവനായ ദൈവമാണ്. He will never change His word. ഇന്നലകളിൽ അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. He has promised yesterday. ഇന്നലകളിൽ എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തിട്ടുണ്ട്. He has done great miracles in my life yesterday. ഇന്നും അവൻ സിംഹാസനസ്ഥനാണ്. He is even today on the same throne. He അവൻ is. മാറിപ്പോകുന്നവനല്ല. He is an unchanging God. വാക്കു പറഞ്ഞിട്ട് മാറിപ്പോകുന്ന ദൈവമല്ല. He is not somebody who says something and he will change his mind. His word will never change. അവന്റെ വാക്കുകൾക്ക് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകുകയില്ല. ഫെയ്ത്ത് നമ്മളോട് പറയുന്ന, വിശ്വാസം നമ്മളോട് പറയുന്ന, നമ്മുടെ ദൈവം ജീവിക്കുന്നെന്നാണ്. Our faith tells that our God lives. ഹല്ലേലൂയ. Hallelujah. നമ്മൾ ജീവിക്കുന്ന കർത്താവിനെ സേവിക്കുന്നത്. And we serve a living God. മരിച്ച ഒരു ദൈവത്തെ അല്ല. We do not serve a dead God. ഊമ വിഗ്രഹങ്ങളെ അല്ല. We do not serve idols. ജീവനുള്ള ദൈവത്തെയാ We സേവിക്കുന്നത്. serve a living God. സോ ആവശ്യങ്ങളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ വിശ്വാസം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Even among our needs and even among our problems, the faith He is lives, talking. he lives, he lives. കർത്താവ് ജീവിക്കുന്നു, കർത്താവ് ജീവിക്കുന്നു. മാർട്ടിൻ ലൂതർ വലിയ നിരാശയിൽ കൂടെ കടന്നുപോയൊരു സമയത്ത്, When Martin Luther went through a great depression, അറിയാതെ തന്റെ കരങ്ങള് ഈ തന്റെ ഇരുന്ന ടേബിളിൽ ഇങ്ങനെ ചലിച്ചു. and his hands were moving on the table. മുമ്പിൽ ഉണ്ടായിരുന്ന പേപ്പറിൽ താൻ ഇങ്ങനെ എഴുതിയെന്നാ പറയുന്നത്. It is says that he wrote on the paper in front of him. വിവിറ്റ് എന്ന് പറഞ്ഞാൽ he lives, he lives, he lives. He wrote that in German language. He lives, he lives, he lives. ദൈവം ജീവിക്കുന്നുണ്ടല്ലോ, And God is living. പ്രയാസങ്ങൾ വളരെയാണ്, I have many burdens. എന്നാൽ ദൈവം ജീവിക്കുന്നുണ്ടല്ലോ. Just because he lives. നമ്മളൊക്കെ എത്ര വർഷത്തെ പരിചയമുണ്ടെങ്കിലും ഇത് പലപ്പോഴും മറന്നു പോകാറുണ്ടല്ലോ. Even though we know this for a fact for many years, but we forget these ഒരിക്കൽ things. ലൂതർ വളരെ വിഷണ്ണനായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. One day Martin Luther was really worried. അപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ അതിലെ കടന്നുപോയി. So his wife came by. താന് തല ഉയർത്തി നോക്കുകയോ തന്റെ ഭാര്യയെ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്തില്ല. So he did not pay attention to her, lift his face and look at ആ her. സ്ത്രീക്ക് മനസ്സിലായി ഇദ്ദേഹം വളരെ നിരാശയോടെ ഇരിക്കുകയാണെന്ന്. And his wife knew he was going through some പല concern. പ്രാവശ്യം മുന്നിൽ കൂടെ പോയിട്ടും ലൂതർ ശ്രദ്ധിക്കുന്നില്ല. Even though she appeared in front of him many times, he did not pay any attention. അവസാനം ഈ സ്ത്രീ തന്റെ മുറിയിൽ പോയി. So the lady went to her ഒരു room. കറുത്ത ഗൗണും ഒക്കെ ഇട്ട് ഇങ്ങനെ ലൂതറിന്റെ മുമ്പിലേക്ക് വന്നു. So she wore a dark black gown and walked in front of him. സാധാരണ ആരെങ്കിലും മരിക്കുമ്പോൾ ഇടാറുള്ള വസ്ത്രം. Something like you would wear at a funeral. ലൂതർ പെട്ടെന്ന് തന്റെ ഭാര്യയെ So ശ്രദ്ധിച്ചു. Luther paid attention to his wife this time. എന്നിട്ട് ചോദിച്ചു, ആരാ മരിച്ചത്? So he asked her, who died? അപ്പൊ സ്ത്രീ പറഞ്ഞു, അറിഞ്ഞില്ലേ, ദൈവം മരിച്ചുപോയി. And she said, do you know that God died? ലൂതർ പറഞ്ഞു, നീ ഭ്രാന്തിയായോ, ദൈവം എങ്ങനെയാ മരിക്കുന്നത്? Luther said to his wife, you're crazy, how can God die? അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അല്ല, താങ്കളുടെ ഇരിപ്പ് കണ്ടപ്പോ എനിക്ക് തോന്നി ദൈവം മരിച്ചുപോയെന്ന്. And so she said, just like the way you were sitting, I thought God died. അയ്യോ, നമ്മിൽ പലരും പലപ്പോഴും ഇങ്ങനെയാ. So many of us live like that life, ദൈവം ഇല്ലാത്തതുപോലെ, ദൈവത്തിന് ജീവനില്ലാത്തതുപോലെ. as if God died and God has no life. അവൻ ജീവനുള്ളവനായ ദൈവം.
ദൈവമാണ്. He is a God who is living. ഒരു ജീവനുള്ള ദൈവത്തെയാണ് നാം We സേവിക്കുന്നത്. are serving a living God. അപ്പോൾ വിശ്വാസം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാ. So the third thing the faith is saying, നമ്മുടെ ദൈവം ജീവിക്കുന്നു. our God is a living God. നമ്മുടെ സാഹചര്യങ്ങളുടെ നേരെ നോക്കിക്കൊണ്ട് പറയാം, And let us look at our situation and എന്റെ say, ദൈവം ജീവിക്കുന്നു. my God is living. കുടുംബത്തിന്മേൽ നോക്കിക്കൊണ്ട് പറയാം, Look at your family and say, എന്റെ ദൈവം ജീവിക്കുന്നു. my God is living. കുഞ്ഞുങ്ങളുടെ ഭാവിയെ നോക്കിക്കൊണ്ട് പറയാം, Look at the future of your children എന്റെ ദൈവം ജീവിക്കുന്നു. and proclaim, my God is living. ആരോഗ്യപരമായ പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് പറയാം, If you are facing health situation, എന്റെ ദൈവം ജീവിക്കുന്നു. look at that and say, my Lord is living. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. ഫെയ്ത്ത് നമ്മളോട് പറയുക, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? Faith is saying, if God is for you, who is against you? പ്രതികൂലങ്ങൾ എത്ര കൂടിയാലും. Regardless of what the obstacles you may face. നെബൂഖദ്നേസർ പറഞ്ഞു, തീച്ചൂള 7 മടങ്ങ് കത്തിച്ചോളാൻ പറഞ്ഞു. And Nebuchadnezzar proclaimed that the furnace should be turned 7 times hotter. 7 times. സാധാരണ തന്നെ തീച്ചൂള എന്ന് പറഞ്ഞാൽ എന്തുവാ? And you know the regular furnace, but 7 times hotter. എബ്രായ ബാലന്മാരെ ബന്ധിച്ചു കൊണ്ടുപോയ അടുത്ത് ചെന്ന ബലവാന്മാരായ സൈന്യം തന്നെ കരിഞ്ഞില്ലാതെയായി. Even those people who took these Hebrew boys tied up to the furnace, they were burned up. എന്നാൽ ഈ ബാലന്മാർ കെട്ടഴിഞ്ഞ് സ്വാതന്ത്ര്യത്തോടെ അതിൽ നടക്കുക. But you see the boys are walking in the furnace with their bondage broken. പ്രതികൂലം ആര്? If God is for us, who is against us? തീച്ചൂള 7 മടങ്ങായിട്ട് കൂടിയേക്കാം. Let it be our furnace be turned കഷ്ടവും up, പ്രയാസവും പെരുകിയേക്കാം. and let our burdens be വേദനകൾ കൂടിയേക്കാം. our pains may increase, രോഗങ്ങൾ ബാധിച്ചേക്കാം. our sickness may come. എന്നാൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ God is for us, പ്രതികൂലമാര്? who is against us? ഹല്ലേലൂയ. Hallelujah. അതാണ് നമ്മുടെ വിശ്വാസം. And that is our hope and our faith. ഹല്ലേലൂയ. Amen. വിശ്വാസം നമ്മളോട് പറയുക, നമ്മിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. Faith is telling us the one who is in us is bigger than the one who is in the world. തീയുടെ ബലം കെടുത്തുവാൻ കഴിയുന്ന ഒരുവൻ He നമ്മോട് is കൂടെ. able to bring down the flame and quench the flame. വെള്ളങ്ങൾ നമ്മെ മുക്കിക്കളയാതെ സൂക്ഷിക്കാൻ കഴിയുന്നവനുണ്ട്. He is able to protect us from the waters. വിശ്വാസം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. And faith is telling us. താങ്ക് യു ജീസസ്. Hallelujah. വിശ്വാസം പറയാ, നാമോ ഇതിലൊക്കെ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം പൂർണ്ണ ജയം പ്രാപിക്കുന്നു. And we are victorious through the one we have hope in. That's what the faith is saying. അപ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ ഭാരങ്ങൾ വിട്ടുകളയണമെങ്കിൽ, But if you want to get rid of your burdens, വിശ്വാസമുള്ളവരായിരിക്കും. you must have faith. നമ്മുടെ കൂടെ ആരാ ഉള്ളതെന്ന് തിരിച്ചറിയാം. Do you need to identify who is with you? നമ്മിലുള്ളവൻ എത്ര വലിയവനാണെന്ന് Who is തിരിച്ചറിയാം. within you, and you need to understand അവൻ him. ജീവനുള്ളവനാണല്ലോ എന്ന് ഓർമ്മയിൽ വയ്ക്കാം. You constantly be reminded he is a living God. ഒരുപാട് പേര് നമ്മെ തകർത്ത് കളയുവാൻ ശ്രമിച്ചിട്ടില്ല. Many people may come against us to destroy. ശത്രുവായ പിശാച് വന്നിട്ടില്ലേ? Satan has come against you to ഏതെല്ലാം destroy you. സാഹചര്യങ്ങൾ നമ്മെ ഇല്ലാതെയാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. Many situations wanted to destroy you. എന്നാൽ നമ്മെ നിലനിർത്തിയ ദൈവത്തിന്റെ വചനമുണ്ടല്ലോ. But there is the word of God who sustains us. ആ വചനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Let us thank God for the അവന്റെ word of God. സാന്നിധ്യത്തിനായിട്ട് നമുക്ക് ദൈവത്തെ Let us സ്തുതിക്കാം. thank God for the presence of God. ഞാൻ വളരെ വേഗം മുന്നോട്ട് പോയി അവസാനിപ്പിക്കാം. Let me move forward and conclude. നമ്മൾ ഈ ഭാരങ്ങൾ വിട്ടുകളയണമെങ്കിൽ, But if you want to get rid of these burdens, നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മെ താങ്ങുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കണം. we need to understand there is a God who carries us in our worries. 56 സങ്കീർത്തനം 8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, In Psalm 56 we read, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? Record my lament, list my tears on the scroll, are they not in your record? എൻ്റെ വാണ്ടറിങ്സിനെ നീ അറിയുന്നു. Lord, you know my wanderings. ഞാൻ ഏതെല്ലാം ഉഴൽച്ചകളിൽ കൂടിയാണ് പോകുന്നത് നീ അറിയുന്നുണ്ട്. Lord, you know my situations and my wanderings. നമ്മൾ ഒരുപാട് ഇരുന്ന് പലപ്പോഴും കരയാറുണ്ടല്ലേ? Many times we cry in the presence of the Lord. പല പീഡകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ, When you go through suffering and difficulties, ആരും നമ്മെ കാണാനില്ലെന്ന് തോന്നുമ്പോൾ, when we think that nobody knows us, നമ്മൾ ഇരുന്ന് കരയാറുണ്ട്. we start crying. പക്ഷെ സങ്കീർത്തനക്കാരൻ പറയുക, But the psalmist says, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. the Lord, keep my lament and my tears in your record. ആ ഇമേജ് ഒന്ന് ഓർത്തു നോക്കാൻ പറ്റുമോ? Can you imagine that part? വലിയവനായ ദൈവം A great God എൻ്റെ കണ്ണുനീര് ശേഖരിച്ച്
He collects all your tears, ഒരു കുപ്പിയിലാക്കി വെക്കുക. put it in a bottle or a container. ലിറ്ററലായിട്ടല്ല ഞാൻ പറയുന്നത്. The psalmist is saying literally. ലിറ്ററലായിട്ടല്ല പറയുന്നത്. Oh, he's not saying it literally. പക്ഷേ അതിൽ അടങ്ങിയിരിക്കുന്ന വലിയ അർത്ഥം നമ്മൾ But മനസ്സിലാക്കണം. we need to understand the great meaning of that. നമ്മുടെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് നോക്കിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. That he's saying that he knows the minute details of your life. അവൻ അറിയാത്തതായി നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. He's saying that there is nothing unknown to him. ഞാൻ കരയുന്ന കണ്ണുനീർ ഓരോ ഡ്രോപ്പും അവൻ ശേഖരിച്ചു വെക്കുന്നത് പോലെ അവന്റെ ഹൃദയവും ചലിച്ചുകൊണ്ടിരിക്കുകയാ. And he is saying that even the minute details of your tears he knows, so he knows everything about you. ഞാൻ കരയുമ്പോൾ അവന്റെ ഹൃദയം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. As I am crying, his heart is beating. അവന്റെ തുരുത്തിയിൽ എന്റെ കണ്ണുനീര് ശേഖരിച്ചു വെക്കുകയാ. He is taking my tears and putting in a container. ഹല്ലേലൂയ. Hallelujah. എത്ര പേർക്ക് ധൈര്യമുണ്ട്? How many of you are bold enough to say നമ്മുടെ കണ്ണുനീര് വ്യർത്ഥമായി പോകത്തില്ല. that your tears will not be wasted? ദൈവസന്നിധിയിലാ കരയുന്നതെങ്കിൽ, If you are crying in the presence of നിങ്ങളുടെ God, ജീവിതത്തിലെ പ്രയാസങ്ങളെ ആവശ്യങ്ങളെ ഓർത്താ കരയുന്നതെങ്കിൽ, if you are crying about the needs and your problems in your life, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ടാണ് if കരയുന്നതെങ്കിൽ, you are crying about the situation you're in, കണ്ണുനീർ വ്യർത്ഥമാവുകയില്ല. your tears will never go to അത് waste. കുപ്പിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവം, There is a God who takes that tears and അതിന്റെ can put it in a മധ്യത്തിൽ container. കരുതുന്നവനായ ഒരു There ദൈവമുണ്ട്. is a God who takes care of those things in the middle of those. ഹല്ലേലൂയ. Hallelujah. വളരെ പെട്ടെന്ന് ഞാൻ മുന്നോട്ട് പോട്ടെ. Let me go fast. 1 പത്രോസ് 5:7 പറയുന്നു, In 1 Peter chapter 5 verse 7 it says, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. cast all your anxiety on him because he cares for you. നമ്മൾ ചുമന്നുകൊണ്ട് നടക്കേണ്ട ഭാരങ്ങൾ, There is no need for us to carry our burdens, കാരണം ദൈവം അതെല്ലാം എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. because he has promised us he will carry those things. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയ സകല ചിന്താകുലം അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. Says put all your cares on him because he will take care of it. നമ്മൾ എടുത്തോണ്ട് നടക്കണമെന്നല്ല He's പറയുന്നത്. not saying that you carry your ആ burdens. ഭാരങ്ങളെല്ലാം അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. Put all those things on him, it says, കാരണം അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനായ ദൈവമാണ്. because he will take care of you. അതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. That is why the word of God said, do not be worried about anything. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കത്രേ വേണ്ടത്. In everything bring your needs and your supplication to him with prayer. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് ഇന്ന് വിട്ടുകളയേണ്ട ഭാരങ്ങൾ ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, If any of you are holding on to the things that the burdens that you need to get rid അത് of, പാപത്തിന്റെ ഭാരമാണേലും whether it's the burden of sin, ഏകാന്തത എന്ന ഭാരത്തിന്റെ മധ്യത്തിലാണ് whether it's ഇരിക്കുന്നത്, the burden of isolation, ആവശ്യങ്ങളുടെ ഭാരമാണേലും, the burden of need, ചിന്താകുലങ്ങളുമായിട്ടിരിക്കുന്ന ഭാരമാണേലും, if any of those are about worries, ദൈവത്തിന്റെ വചനം പറയുന്നത് വിട്ടുകളയേണ്ട. the word of God is saying get rid of those things. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. മൂന്നാമത്തെ കാര്യം പറഞ്ഞു. And I'm going to bring the third thing and then I'm going to conclude my words. ഇന്നുകൊണ്ട് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കേണ്ടതാണ്. And today we are going to conclude this thought. മൂന്നാമത് പറയുന്നത് 5-ാം വാക്യത്തിലാണ്. And the third thing is mentioned in Galatians chapter 6 verse 5. ഓരോരുത്തൻ താന്താന്റെ ചുമട് ചുമക്കുമല്ലോ. For each one should carry his own load. ചില ബേർഡൻ ഉണ്ട്, അതാർക്കും കൈത്താങ്ങൽ തരാനും പറ്റത്തില്ല, വിട്ടുകളയാനും പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്തേ മതിയാകുള്ളൂ? നമ്മൾ തന്നെ ചുമന്നേ പറ്റത്തുള്ളൂ. There are some burdens nobody can carry our burdens or support us, or we cannot get rid of, but it is something that we must carry. ചില ഭാരങ്ങൾ ചുമന്നേ മതിയാകുള്ളൂ. But there are some burdens or some load you must carry. വിവരിപ്പാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു. I don't have time to explain, so I'm going to move quickly. ഏതാണ് ആ ഭാരങ്ങൾ? What is that burden? Consequences of our actions. നമ്മൾ ചെയ്തതിന്റെ ഫലങ്ങൾ. There are things that we have done and we are dealing with the consequences. അഥവാ ചെയ്യുന്നതിന്റെ ഫലങ്ങൾ. Or the things that you are continuing to do and you're reaping the ദൈവത്തിന്റെ benefits. വചനം പറയുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും
ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണ്. The word of God says that we will stand in the presence of God. Whatever you have done while we are on this earth, whether good or bad, we will reap the benefits. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചെയ്തു കൂട്ടിയത്, ദൈവത്തിന് വിരോധമായി നടന്നത്, പല കാര്യങ്ങളും നമ്മുടെ ആരോഗ്യത്തെ ബാധിച്ചത്, അച്ചടക്കമില്ലാതെ ജീവിച്ചത്, തെറ്റായിട്ടുള്ള ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നമ്മൾ ചെയ്തത്, ഇതെല്ലാം നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. It is possible that the things of your past, that the things you have done, undisciplined life, finances, all the things that you have done, you may be dealing with those situations. ഒരു പരിധിവരെയും നമ്മൾ പല കാര്യങ്ങളും ഇവിടെ തന്നെ അത് ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ. So for an extent that you have to deal with those things while you are here. ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് ഇവിടെ പലതും പ്രതിഫലം ഉണ്ടെങ്കിൽ, even though you have rewards for the good things, തിന്മയ്ക്ക് ഒരു പകരവും ഇവിടെയുണ്ട്. and also for the unrighteous things you've done on this earth, you also reap the benefits. പത്രോസ് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു. Peter said to Jesus, we left everything and followed you. What will we receive? അപ്പോൾ യേശു കർത്താവ് മറുപടി പറഞ്ഞു. So Jesus responded, നിങ്ങൾക്ക് വരുവാനുള്ള ലോകത്തിൽ നിത്യജീവൻ കിട്ടുന്നത് കൂടാതെ, not only that you will give eternal life in the world, ഈ ലോകത്തിൽ ഇന്നിന്നവയും കൂടെ കിട്ടും. ഈ ലോകത്തിൽ ഇന്നിന്നവയും കൂടെ കിട്ടും. you will also receive certain things in this world. അപ്പം ഈ ലോകത്തിൽ പ്രതിഫലമുണ്ടെങ്കിൽ, if you have reward in this world, നന്മയ്ക്ക് പ്രതിഫലമുണ്ടെങ്കിൽ, if you do the right thing, you have reward. തിന്മയ്ക്ക് പകരമായി റിസീവ് ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട്. There are also things we do when you do unrighteous things. നമ്മളിൽ പലരും ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ഭൂതകാലത്തിൽ നമ്മൾ ഇറസ്പോൺസിബിൾ ആയിട്ട് ജീവിച്ചതുകൊണ്ടാണ്. Many things that we are dealing with today are because of our irresponsible life in the past. ഒരുപാട് നഷ്ടങ്ങൾ നമ്മൾ വരുത്തിയത് നമ്മുടെ ഇറസ്പോൺസിബിൾ ലിവിംഗ് കൊണ്ടാണ്. You have brought a lot of loss to you because of your irresponsible life in the past. ഹലോ, amen. ഈ അവസാനം കൊണ്ട് പാസ്റ്റർ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയുകയാണോ? At the end, pastor is going to bring up this bad news to us. But this is the truth of God's word. ഇത് ദൈവത്തിന്റെ വചനത്തിന്റെ സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ചില കാര്യങ്ങൾ അനുഭവിച്ചേ മറ്റതുള്ളൂ. Some things you must deal with. അതിൽ പിറുപിറുത്തിട്ട് കാര്യമില്ല. There is no reason to be bitter about it. ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. You cannot blame God for those things. വേറെ രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട്. There are two more things. Consequences of choosing the cross ഉണ്ട്. കുരിശ് ചുമക്കുന്നതിന്റെ കോൺസിക്വൻസസ് ഉണ്ട്. നമ്മൾ കുരിശ് തിരഞ്ഞെടുത്തത് കൊണ്ട് ഉണ്ടാകുന്ന കഷ്ടങ്ങളും ഭാരങ്ങളും. There are sufferings and burdens that you carry because you chose the cross. അത് നമ്മൾ വഹിച്ചേ മതിയാകും. We must carry those burdens. നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ട് സഹിക്കുന്ന പ്രയാസങ്ങളുണ്ട്. Those are the burdens that we came to serve God. ചുമക്കുന്ന ഭാരങ്ങളുണ്ട്. There are some burdens like that. അത് വഹിച്ചേ പറ്റൂ. We must carry those burdens. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, Apostle Paul says, എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വന്നിരിക്കുന്നു. Everybody knows that the shackles that I am in is because I follow Christ. അപ്പം ക്രിസ്തു നിമിത്തം എനിക്കുണ്ടാകുന്ന ബന്ധനങ്ങളുണ്ട്. There are some bondages that we have because of the Lord. കർത്താവിനെ തെരഞ്ഞെടുത്തതുകൊണ്ട്, just because we chose Christ, കർത്താവിന്റെ പാതയിൽ നടക്കുന്നതുകൊണ്ട്, just because we walking in his ways, സത്യം സംസാരിക്കുമെന്ന് തീരുമാനമെടുത്തതുകൊണ്ട്, just because you say proclaim that I will speak the truth, വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുമെന്ന് തീരുമാനമെടുത്തതുകൊണ്ട്, just because you said I live in holiness and എന്റെ separation, ക്രൂശ് എടുത്ത് ഞാൻ നടക്കുമെന്ന് തീരുമാനിച്ചതുകൊണ്ട്, just because I will carry my cross and follow Christ, ക്രൂശ് നിമിത്തം ഞാൻ സഹിക്കുന്ന ചില പാടുകളുണ്ട്, പങ്കപ്പാടുകളുണ്ട്. There are some burdens that I carry because of the cross. ഹല്ലേലൂയ. Hallelujah. എത്ര പേർക്ക് ബോധ്യമുണ്ട്? How many of you know those? ഡെലിബറേറ്റ് ചോയ്സ് നമ്മൾ നടത്തിയതാണ്. Had we made the deliberate choice of carrying that cross? ഞാൻ ഈ പാതയിൽ ഇറങ്ങി, I will walk in this way. കർത്താവിന്റെ പിന്നാലെ ഞാൻ വരും. I will follow my Christ. ഞാൻ ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുന്നു. I have chosen Christ. ഞാൻ അവന്റെ ശുശ്രൂഷ തിരഞ്ഞെടുക്കുന്നെന്ന് ഞാൻ പറഞ്ഞു. I have chosen his serving him voluntarily. ഒരു പാസ്റ്ററായിട്ട് ഞാൻ ശുശ്രൂഷ തിരഞ്ഞെടുത്തു. I have chosen my ministry as a pastor. അപ്പോൾ അതിൻ്റെതായ വലിയ ഭാരങ്ങളുമുണ്ട്. There are some burdens come along with that. പ്രിവിലേജസ് ഉണ്ട്, അതോടൊപ്പം ഭാരങ്ങളും ഉണ്ട്. There are many privileges, but also there are burdens associated with it.
അത് ഞാൻ എടുത്തേ പറ്റത്തുള്ളൂ. I must carry those. അതിന് ആരെയും കുറ്റം പറയാൻ I പറ്റത്തില്ല. cannot blame anybody for that. സഭയെ എനിക്ക് കുറ്റം പറയാൻ I പറ്റത്തില്ല. cannot blame church. ഞാൻ എഗ്രി ചെയ്ത് ഇറങ്ങിയതാ ഇത്. And that is something I volunteered. എല്ലാവരും സംസാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാൻ I പറ്റത്തില്ല. cannot talk like everybody else. എല്ലാവരും കോപിക്കുന്ന പോലെ എനിക്ക് കോപിക്കാൻ പറ്റത്തില്ല. I cannot get angry like everybody else. ഞാൻ എന്നെ ക്രൂശിച്ചിരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാ. And I have come forward to say I'm crucifying ഞാൻ myself. ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാ. I have said that I am crucified for the world and crucified for ക്രിസ്തു Christ. നിമിത്തം ഞാൻ എല്ലാവരുടെയും ദാസനെന്ന് പറഞ്ഞുകൊണ്ട് നടന്നതാ. I said I am a servant to all because of Christ. ഹല്ലേലൂയ. Hallelujah. അപ്പൊ എനിക്ക് മറുതലിക്കാൻ അവകാശമില്ല. So I cannot talk against that. ഞാൻ തിരഞ്ഞെടുത്ത പാതയാണ്. It is something that I chose. ഇത് തിരഞ്ഞെടുത്ത് ഞാൻ ഇറങ്ങിയതാ. It is something that I chose and followed. ഇതിൽ വേദനകൾ ഉണ്ടെങ്കിൽ, മുള്ളുണ്ടെങ്കിൽ, If there is thorns or pain in this path, ഞാൻ അതിൽ കൂടെ നടന്നേ I മതിയാകും. must walk through that path. ഇത് ക്രിസ്തുവിനെ തിരഞ്ഞെടുത്തത് കൊണ്ട്, It is because I chose Christ. അവന്റെ വേലയും ശുശ്രൂഷയും തിരഞ്ഞെടുത്തത് കൊണ്ട്. Because I've carried the work and the burden. ഹല്ലേലൂയ. Amen. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ അവസാനം. Let me conclude with one more thing. തന്നെ ചുമക്കേണ്ട മറ്റൊരു ഭാരം. There is something else that you must carry alone. Consequences due to the specific calling of God. There are കർത്താവിന്റെ ഒരു സ്പെസിഫിക് ആയിട്ട് കോൾ മൂലം ഉണ്ടാകുന്ന ചില ബർഡൻസ്. എല്ലാവർക്കും ഇല്ല ഇത്. It is not for everyone. എന്നാൽ ചിലരെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ പ്രത്യേകമായ ഉദ്ദേശങ്ങളുണ്ട്. But there are some specific things for some particular people. More pain and suffering, more usefulness നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? We have heard that more pain and suffering, there is more being used for the Lord. അപ്പൊ എന്നെ കുറിച്ച് ഒരു സ്പെസിഫിക് കോളിംഗ് ഉണ്ടെങ്കിൽ, If you have a particular calling in your life from the ആ Lord, സ്പെസിഫിക് കോളിംഗ് പൂർത്തിയാക്കാനായിട്ട് എന്നെ ചില സാഹചര്യങ്ങളിൽ കൂടെ ദൈവം but നടത്തും. God will send me through certain situations to fulfill that particular purpose. എത്ര പേര് ഇത് തിരിച്ചറിയുന്നുണ്ട്? How many of you recognize ഒരു that? പക്ഷേ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഇന്ന് നടക്കുന്നത്, And maybe what are you going through today? It is that ദൈവത്തിന്റെ സ്പെസിഫിക് കോളിംഗിലേക്ക് കൊണ്ടുവരാനായിട്ടാണ്. to bring you to that specific calling of Christ in your life. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, Apostle Paul says, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു and പോകാതിരിക്കേണ്ടതിന് not to be proud because of the revelations that I've been എനിക്ക് receiving. ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുക. He has given me a thorn in my flesh. എന്നെ കുത്തുവാൻ പിശാചിന്റെ ദൂതനെ തന്നിരിക്കുക. And he's given me an angel of the devil to prick ഒരു me. സ്പെസിഫിക് കോളിംഗ് എന്റെ മേലുണ്ട്. I have a very specific എനിക്ക് calling. വെളിപ്പാടുകളുടെ ആധിക്യം തന്നിട്ടുണ്ട്. I have given the extension of the പക്ഷെ revelation. ഞാനതിൽ നിഗളിച്ചു പോകാൻ സാധ്യതയുണ്ട്. It is easy that I will take pride in that. അതുകൊണ്ട് എന്നെ കുത്താനായിട്ട് പിശാചിന്റെ ഒരു ദൂതനെ വെച്ചിരിക്കുക. So he has sent me a messenger of Satan to prick me. Are you with us? നമുക്കുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള വേദന, മറ്റാർക്കും ഇല്ലാത്ത വേദന. There are some specific pain that you particularly have that nobody else carry. ഒരുപക്ഷെ നമ്മൾ പലരും കരഞ്ഞും പ്രാർത്ഥിച്ചും നിലവിളിച്ചൊക്കെ ചോദിക്കുക, And many of you are crying out and calling and asking the Lord, എന്തേ കർത്താവേ ഈ വേദന? why Lord this pain? എന്തേ ഈ ഭാരം? Why this burden, Lord? പൗലോസ് പറഞ്ഞു, അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിനെ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. Paul said, I have asked the Lord 3 times to take that away from me. കർത്താവ് അത് മാറ്റിയോ? But did he change that, move that? ഇല്ല, മാറ്റിക്കൊടുത്തില്ല. No, he did not. അവൻ പറഞ്ഞു, മകനെ, എന്റെ കൃപ നിനക്ക് മതി. The Lord said, my grace is sufficient for you. എന്റെ ശക്തി നിന്റെ ഈ ബലഹീനതയെ തികഞ്ഞു വരുന്നത്. My power will show up in your weakness. അതൊന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. We must be able to identify and understand. മറ്റുള്ളവർക്ക് ഇല്ലാത്ത ചില വേദനകൾ എന്റെ ഉള്ളിലുണ്ട്. There are some pains that others don't carry. I carry. ചുമന്നുകൊണ്ട് നടക്കുന്ന ചില ഭാരങ്ങളുണ്ട്. There are some burdens I carry alone. അതിന്റെ കാരണം ദൈവത്തിന് എന്നെ കുറിച്ച് എന്തോ വ്യക്തമായ ചില ഉദ്ദേശങ്ങളുണ്ട്. The reason is God has a very specific purpose for എന്റെ my life. വേദനയിൽ കൂടെ, കഷ്ടത്തിൽ കൂടെ ഉരുവാക്കിയെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. There is something God desiring for me to be manufactured through my pain. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. എത്ര പേര് കർത്താവിനെ സ്തുതിക്കും ഇന്ന്? How many of you will praise the Lord this morning? ഹല്ലേലൂയ. ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തിലുള്ള വേദനകൾ, All the pains that you're dealing with this morning, നമുക്ക് വന്ന നഷ്ടങ്ങൾ, all the losses we accumulated, അതിഭയങ്കരമായ വേദനയിൽ കൂടി ഇന്ന് കടന്നു പോകുന്നത്, if you are the severe pain you're going through, സ്പെസിഫിക് കോളിംഗിന്റെ ഭാഗം, is part of a specific calling in your life. എത്ര പേര് കർത്താവിനോട് പറയും, How many of you will tell the Lord, കർത്താവ് നിന്റെ സ്പെസിഫിക് കോളിംഗ് എന്നെ ഒന്ന് കാണിക്കണമേ, Lord, show me the specific calling in your life. തിരിച്ചറിയാനുള്ള കൃപ എനിക്ക് നൽകണമേ. Help give me the ability to identify it.
ഞാനൊരു ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. Let me conclude with an example. ഫാനി ജെ ക്രോസ്ബി എന്ന് പറയുന്ന ഒരു അനുഗ്രഹീതയായ ദൈവദാസി ഉണ്ടായിരുന്നു. There was a great blessed woman, Fanny J. Crosby. 1820 ജനിച്ചു. 1915 ആ സ്ത്രീ മരിക്കുന്നത്. She was born in 1820 and she died in 1950. അമേരിക്കയിലെ ഒരു മിഷൻ വർക്കറായിട്ട്, ഒരു പോയറ്റായിട്ട് അനേക ഗാനങ്ങൾ കമ്പോസ് ചെയ്ത ഒരു ദൈവദാസിയായിരുന്നു. All of us know that she has composed many great songs that we sing today, and she was a poet. 8000 gospel songs അവർ രചിച്ചിട്ടുണ്ട്. And she has written over 8,000 gospel hymns and songs. Queen of English gospel songs എന്നറിയപ്പെട്ടയാളാണ്. She was known as the Queen of English songs. DL മൂഡിയുടെയും സാങ്കിയുടെയും ഒക്കെ ക്രൂസൈഡുകളുടെ വിജയത്തിന്റെ കാരണം ഈ സ്ത്രീയിൽ കൂടെ വന്ന പാട്ടുകളായിരുന്നു എന്നാ പറയുന്നത്. It is said that the D.L. Moody and Sankey, and they sang these, and their crusades were very powerful because of these songs. അവർ രചിച്ച പാട്ടുകൾ ഒരുപാടുണ്ട്. There are many songs that we sing that we know that she wrote. ആ പാട്ടുകളിൽ ചിലത് നമ്മൾ പാടാറുള്ളതാണ്. We sing some of those songs. ഇപ്പോഴും നമ്മൾ പാടാറുണ്ട്. Even today we sing those songs. Rescue the Perishing എന്ന് തുടങ്ങുന്ന ഗാനം അവർ രചിച്ചതാ. And she is the one who wrote the song that Rescue the Perishing. Come Home to the Gentle Savior എന്ന് പറയുന്ന മനോഹരമായ ഗാനം അവർ രചിച്ചതാ. Another beautiful song, Come Home to the Gentle Savior. Blessed Assurance എന്ന് പറയുന്ന ഗാനം അവർ രചിച്ചതാ. She is the one who wrote the Blessed Assurance, the song that we sing. Pass Me Not, O Gentle Savior എന്ന് പറയുന്ന ഗാനം അവർ രചിച്ചതാ. The song that Pass Me Not, O Gentle Savior, she wrote that song. പേരെന്തുവാ? ഫാനി ജെ ക്രോസ്ബി. Her name is Fanny J. Crosby. ഇന്നും നമ്മളൊക്കെ പാടിക്കൊണ്ടിരിക്കുക. 200 വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാടിക്കൊണ്ടിരിക്കുന്ന. Even after 200 years we are still singing her songs. 6 ആഴ്ച ആയപ്പോൾ അവർക്ക് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. When she was born, 6 weeks, she lost her vision. അവരുടെ കണ്ണില് കടുകിന്റെ അരച്ചതാണ്ട് ഒരു ലേപം പുരട്ടാനായിട്ട് ആളുകൾ, അവരുടെ മാതാപിതാക്കൾ ശ്രമിച്ചു. The parents tried to put some kind of ointment in her eyes. അതോടെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് So നഷ്ടപ്പെട്ടു. she lost her vision because of that. ഒരിക്കലും 6 ആഴ്ചകൾക്ക് ശേഷം ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. She was not able to see anything after 6 weeks. പക്ഷേ അവരിൽ കൂടെ പുറത്തു വന്ന മനോഹരമായ ഗാനങ്ങൾ, But those beautiful hymns that came out of her, അവർ തന്റെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. and she said about her life like this. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. I know one thing. ദൈവത്തിന്റെ ബ്ലെസ്സഡ് പ്രൊവിഡൻസിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അന്ധയായി തീർന്നത്. And she knows I am blind because of God's plan and blessed providence. ദൈവത്തിന്റെ ഒരു പ്രത്യേകമായ കോളിംഗ് എൻ്റെ മേൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. I truly know there was a calling in my life from നീ God. ആരെങ്കിലും വന്ന് എനിക്ക് ഈ സൈറ്റ് തിരിച്ചു തരാമെന്ന് പറഞ്ഞാല്, Even though somebody come and say I will restore your vision, ഞാൻ പറയും എനിക്കത് വേണ്ട. I will say I don't want that. ഞാൻ ഇവിടെ ഇങ്ങനെ ജീവിച്ചോളാം. I will live like this on this earth. സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പം എൻ്റെ കണ്ണ് തുറക്കും. I mean, I am in heaven and my eyes will be open. ആദ്യം കാണുന്ന എൻ്റെ രക്ഷകന്റെ മുഖം. I will see my Savior face to face for the first time. നമ്മുടെ ജീവിതത്തിന്മേൽ ദൈവത്തിന്റെ ഒരു സ്പെസിഫിക് കോളിംഗ് ഉണ്ടെങ്കിൽ, If you have a specific calling in your life, ഒരു പക്ഷേ സ്പെസിഫിക് ആയിട്ടുള്ള വേദനയിൽ കൂടെ കടന്നു പോവുകയാണ് നമ്മൾ. you may endure specific pain in your life. തിരിച്ചറിയാൻ പ്രാർത്ഥിക്കണം. You must recognize and ask God to reveal that to you. കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. Ask for His grace. ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുന്നവർ എഴുന്നേറ്റ് നിന്നാട്ടെ. If you are willing to take a commitment in the presence of the Lord, I want you to stand on your feet. തമ്മിൽ തമ്മിൽ ചുമക്കേണ്ട ഭാരങ്ങളുണ്ട്. There are burdens that we must carry each from each വിട്ടുകളയേണ്ട other. ഭാരങ്ങളുണ്ട്. There are burdens that we need to get rid of. എന്നാൽ ഞാൻ ചുമക്കേണ്ട ഭാരങ്ങളുണ്ട്. But there are burdens that we must carry alone. ഞാൻ അതിനായിട്ട് ഒരുങ്ങുന്നെന്ന് കർത്താവിനോട് പറയാം. Let us say, Lord, I am preparing myself for ഒരു that. പുതിയ സമർപ്പണത്തോടെ എഴുന്നേറ്റ് നിന്നാൽ Let us stand in the presence of God with the new commitment. അവൻ നമ്മുടെ ഭാരങ്ങളെല്ലാം ഏറ്റെടുക്കുവാൻ മതിയായവനാണ്. He is able to carry all our burdens. അവൻ ജീവിക്കുന്നതിനാൽ നാമും ജീവിക്കുക. Because He lives, we also live. Hallelujah. 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 Thank you, Lord. Thank
ഒരു തിരിച്ചറിവിലേക്ക് ദൈവം ഇന്ന് രാവിലെ നമ്മെ നടത്തട്ടെ. Let God lead us to a ഒരു recognition, പുതിയ of that, സമർപ്പണത്തിലേക്ക് ദൈവം നമ്മെ നടത്തട്ടെ. to a new surrender and a new recognition. ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ തിരിച്ചറിയുവാൻ നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ. Open our eyes to understand God's plan and purpose. ഹല്ലേലൂയ. Hallelujah. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. Our Heavenly Father, we thank you for this day. Thank you for speaking to us these last 3 weeks, oh God. Thank you for revealing your word to us. There are burdens that we need to carry for each other, our brothers and sisters in Christ. Oftentimes we ignore those, Father, but give us the ability, give us the wisdom to take on the responsibilities of others as our own, Lord. There are burdens that we carry that we don't need to, that Satan has brought to us because of our past living, because of the consequences of our actions, Lord. I pray that you carry those, take those away from us, even though we have to live with that, Lord. Hallelujah. Lighten our Lord, oh God. But Hallelujah. finally, we have heard about the Hallelujah. burden that we carry, because that's your plan and purpose to refine us Amen. and to Amen. lead us into the path that we have called us, Lord. Yes. Father, give us the grace. Give us the ability to carry those burdens, Lord. More than anything else, help us to recognize that, oh God, in our lives, Lord. Amen. Amen. Thank you for speaking to our hearts, oh God. If any of you are hearing us here or online who are burdened and who are going through difficulties, Lord, why haven't you answered my prayers all this Amen. time? Yes. Father, I pray that you Yes. answer those prayers, oh God. Hallelujah. That you, through these words, that they are affirmed. Why are they going through all those things, oh God? Thank you for your hand. Thank you for strengthening your servant to share the word this morning. We give you all the glory. We give you all the praises, oh God. Send us with your peace, Lord. In Jesus' name we pray. Amen. Amen. Please be seated in your places. God bless you. Thank you so much. We love the prayer for a nation.